ഓക്കെ, നമ്മൾ നമ്മുടെ 6th മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് കുറച്ച് ടോപ്പിക്കുള്ളൊരു മോഡ്യൂളാണ് 6th മോഡ്യൂൾ, ഡിസ്ട്രിബ്യൂട്ടഡ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ഓക്കെ, ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. അതിൻ്റെ അത് കുറേ അൽഗോരിതം ആണ്, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അൽഗോരിതംസ് ആണ്. സെൻട്രൽ സെർവർ അൽഗോരിതം, റിംഗ് ബേസ്ഡ്, മക്വാസ് വോട്ടിംഗ് അൽഗോരിതം, ആൻഡ് ഇലക്ഷൻ, റിംഗ് ബേസ്ഡ് ഇലക്ഷൻ അൽഗോരിതം ആൻഡ് ബുള്ളി അൽഗോരിതം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്നുള്ളത്. അതായത് വോയിസിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്നാന്നുള്ളത്. റേസ് കണ്ടീഷന് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെ. എന്താണ് അപ്പൊ റേസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാല്, സെയിം ഡേറ്റയിൽ സെയിം ടൈം റീഡ് അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന അൺഡിസൈഡ് സിറ്റുവേഷനെയാണ് റേസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ സെയിം ഡേറ്റയിൽ സെയിം ടൈം റീഡ് റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് അൺഡിസൈഡ് സിറ്റുവേഷൻ ആയിരിക്കും. അതിനെയാണ് നമ്മൾ റേസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ റേസ് കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാനാണ് ആക്ച്വലി മ്യൂച്വൽ എക്സ്ക്ലൂഷൻ വന്നത്. അപ്പൊ ഈ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഓർക്കുന്നുണ്ടോ? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടാണ് നമ്മളൊരു കോഡ് ഓഫ് സെഗ്മെന്റ് യൂസ് ചെയ്യും. ആ കോഡ് ഓഫ് സെഗ്മെന്റിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. ഓർമ്മ വന്നില്ലേ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്? അപ്പൊ ക്രിട്ടിക്കൽ സെക്ഷന്റെ പ്രത്യേകത എന്നാ? ക്രിട്ടിക്കൽ സെക്ഷന്റെ അകത്ത് അറ്റ് എ ടൈം ഒറ്റ പ്രോസസ്സ് മാത്രമേ എൻ്റർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അതാണ് ക്രിട്ടിക്കൽ സെക്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഇസ് എ പ്രോപ്പർട്ടി ഓഫ് പ്രോസസ് സിങ്ക്രണൈസേഷൻ. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് നോ ടു പ്രോസസ് ക്യാൻ എക്സിറ്റ് ഇൻ ദി ക്രിട്ടിക്കൽ സെക്ഷൻ അറ്റ് എനി ഗിവൻ പോയിന്റ് ഓഫ് ടൈം. ഓക്കെ, അപ്പൊ ക്രിട്ടിക്കൽ സെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ സെക്ഷന്റെ അകത്തേക്ക് അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ, എൻട്രി ഉണ്ടാവുള്ളൂ. അയാൾ എപ്പോഴാണോ അവിടെ നിന്ന് എക്സിറ്റ് ആകുന്നത് ആ സമയത്ത് അടുത്തയാൾക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ നമുക്കറിയാം കുറെ പ്രോസസ്സുകൾ ഉണ്ട്. ഈ പ്രോസസ്സുകൾക്കൊക്കെ എന്ത് ചെയ്യണം, അവരുടെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പം സെറ്റ് ഓഫ് പ്രോസസ്സസ് എന്ത് ചെയ്യും, സെയിം റിസോഴ്സസിനെ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് റിസോഴ്സസിനെ എന്ത് ചെയ്യും, ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് അല്ലെ. അപ്പം ഈ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ് ടു പ്രിവെന്റ് ഇന്റർഫറൻസ് ആൻഡ് ഇൻഷുർ കൺസിസ്റ്റൻസി. ഓക്കെ, ഈ റിസോഴ്സ് ആക്സസ് ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി ഇൻഷുർ ചെയ്യാനും അവരുടെ ആ പ്രോസസ്സുകൾ തമ്മിലുള്ള ഇന്റർഫറൻസ് അവോയ്ഡ് ചെയ്യാനും വേണ്ടിയിട്ട് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ഈ ക്രിട്ടിക്കൽ സെക്ഷന്റെ അകത്ത് എന്താണ് അറ്റ് എ ടൈം ഒരാൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ. ക്രിട്ടിക്കൽ സെക്ഷനെ സാധാരണ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് 3 ഓപ്പറേഷൻ വഴിയാണ്. ഏതൊക്കെയാണ് ആ ഓപ്പറേഷൻ? എൻ്റർ, റിസോഴ്സ് ആക്സസ്, എക്സിറ്റ്. ഓക്കെ, എൻ്റർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ള ഓപ്പറേഷൻ ആണ് എൻ്റർ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാം. ഓക്കെ, ഇനി റിസോഴ്സ് ആക്സസ് ഓപ്പറേഷൻ എന്തായിരിക്കും? ആക്സസ് ഷെയർഡ് റിസോഴ്സസ് ഇൻ ക്രിട്ടിക്കൽ സെക്ഷൻ. ക്രിട്ടിക്കൽ സെക്ഷനിലെ ഷെയർഡ് റിസോഴ്സസിന്റെ ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷൻ ആണ് റിസോഴ്സ് ആക്സസ്. എക്സിറ്റ് എന്തായിരിക്കും? ഒരു ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് എക്സിറ്റ് ആവാനായിട്ടുള്ള ഓപ്പറേഷൻ ആണ് അല്ലെങ്കിൽ മെത്തേഡാണ് എക്സിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്ത് എക്സിറ്റ് ആയി കഴിയുമ്പോഴായിരിക്കും വേറൊരു പ്രോസസ്സിന് എന്ത് ചെയ്യാൻ പറ്റുക, ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പൊ ഈ ഒരു 3 ഓപ്പറേഷൻസ് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇവിടെ പറയുന്നത് മ്യൂച്വൽ എക്സ്ക്ലൂഷന് 3 എസെൻഷ്യൽ റിക്വയർമെന്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, 3 എസെൻഷ്യൽ റിക്വയർമെന്റ്സ് ഫോർ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ഓക്കെ, ഒന്നാമത്തേത് ME1 അല്ലെങ്കിൽ സേഫ്റ്റി, രണ്ടാമത്തേത് ME2 അല്ലെങ്കിൽ ലിവനസ്, മൂന്നാമത്തേത് ME3 അല്ലെങ്കിൽ ഓർഡറിങ്. എന്താണെന്ന് നോക്കാം. ME1 അല്ലെങ്കിൽ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അറ്റ്മോസ്റ്റ് 1 പ്രോസസ് മേ എക്സിക്യൂട്ട് ഇൻ ദി ക്രിട്ടിക്കൽ സെക്ഷൻ അറ്റാക്ക്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. അതായത് ഒരു ക്രിട്ടിക്കൽ സെക്ഷനകത്ത് എന്താണ് മാക്സിമം ഒരു പ്രോസസ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ME1 അല്ലെങ്കിൽ സേഫ്റ്റി റിക്വയർമെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്താണ് ME2 അല്ലെങ്കിൽ ലിവനസ്. എന്തായിരിക്കും ME2 അല്ലെങ്കിൽ ലിവനസ് എന്ന് പറഞ്ഞാൽ? റിക്വസ്റ്റസ് ടു എൻ്റർ ആൻഡ് എക്സിറ്റ് ദി ക്രിട്ടിക്കൽ സെക്ഷൻ ഇവൻച്വലി സക്സീഡ്. അതായത് ഒരു പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, എൻ്റർ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കണം, എക്സിറ്റ് ചെയ്യാനായിട്ടുള്ള റിക്വസ്റ്റും പ്രൊവൈഡ് ചെയ്യണം. ഇപ്പൊ എപ്പോഴെങ്കിലും ഇത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഇതിന്റെ എന്താണ് ആ ഒരു എൻട്രി റിക്വസ്റ്റ് എന്ത് ചെയ്യാം, അപ്രൂവ് ആകാം. അപ്പോഴായിരിക്കും അത് ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്തിട്ട് അതിന്റെ ഓപ്പറേഷൻ വരുമ്പോൾ എക്സിറ്റ് ആണ്. ഓക്കെ, അപ്പം ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ ഡെഡ് ലോക്ക് ആൻഡ് സ്റ്റാർവേഷനിൽ നിന്നൊരു ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ME2 എന്ന് പറയുന്ന റിക്വയർമെന്റ്. ഓക്കെ,
ഈ മൂന്നാമത്തേതാണ് MEIII അല്ലെങ്കിൽ ഓർഡറിങ്. അതെന്തായിരിക്കും? ഇഫ് വൺ റിക്വസ്റ്റ് ടു എൻറ്റർ ദി ക്രിട്ടിക്കൽ സെക്ഷൻ ഹാപ്പൻ ബിഫോർ അനദർ, then entry to the critical section is granted in that order. ഇപ്പം അതിൽ ത്രൂ ഉള്ള ഓർഡറിംഗ് എന്ന് പറഞ്ഞാൽ ആരാണോ ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻറ്റർ ചെയ്യാനായിട്ട് ആദ്യം റിക്വസ്റ്റ് കൊടുക്കുന്നത്, അപ്പോൾ അവർക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, റിക്വസ്റ്റ് ഗ്രാൻഡ് ചെയ്ത് അവരായിരിക്കും ആദ്യം ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻറ്റർ ചെയ്യുന്നത്. ഇപ്പം ആദ്യം ഒരു പ്രോസസ് 1 റിക്വസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞ് പ്രോസസ് 2, അത് കഴിഞ്ഞ് പ്രോസസ് 3 ആണ് റിക്വസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻറ്റർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നെങ്കിൽ ആദ്യം അതേ ഓർഡറിലാണ് അവർക്ക് ആ റിക്വസ്റ്റിനെ ഗ്രാൻഡ് ചെയ്യുന്നത്. ആദ്യം പ്രോസസ് 1ന് എന്ത് ചെയ്യും, എൻറ്റർ ചെയ്യാൻ പറ്റും, അത് എക്സിറ്റ് ആയി കഴിയുമ്പോൾ പ്രോസസ് 2ന്, അത് എക്സിറ്റ് ആയി കഴിയുമ്പോൾ പ്രോസസ് 3ക്ക്. അതാണ് ഓർഡറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആരാണോ ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻറ്റർ ചെയ്യാൻ ആദ്യം റിക്വസ്റ്റ് കൊടുക്കുന്നത് അവർക്ക് ഗ്രാൻഡ് ചെയ്തതിനു ശേഷമായിരിക്കും അടുത്ത ആ ഒരു ഓർഡറിൽ വരുന്ന അടുത്ത പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻറ്റർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എന്താണ് ഓർഡറിംഗ്? ഈ നമ്മൾ പറഞ്ഞു ഈ മോഡ്യൂളിൽ നമ്മൾ മ്യൂച്വൽ എക്സ്ക്ലൂഷന് കുറെ അൽഗോരിതംസ് ആണ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ അൽഗോരിതത്തിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് 3 ക്രൈറ്റീരിയ ആണുള്ളത്. അപ്പൊ നമ്മുടെ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അൽഗോരിതംസിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് 3 ക്രൈറ്റീരിയാസ് ആണുള്ളത്. അതാണ് ഇനി നോക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ്? ബാൻഡ്വിഡ്ത്ത്, അതുപോലെ തന്നെ ഡിലേ, അതുപോലെ ത്രൂപുട്ട് ഓഫ് ദി സിസ്റ്റം. ഈ 3 എന്താണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അൽഗോരിതത്തിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ക്രൈറ്റീരിയ ആണ് ദി ബാൻഡ്വിഡ്ത്ത് കൺസ്യൂംഡ്. എന്തായിരിക്കും? നമ്പർ ഓഫ് മെസ്സേജസ് സെൻഡ് ഇൻ ഈച്ച് എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്പറേഷൻ. ഓരോ എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്പറേഷനിൽ എത്ര മെസ്സേജസ് സെൻഡ് ആയി, ഇതിനെയാണ് ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തേതാണ് ഡിലേ എന്ന് പറയുന്നത്. ദി ക്ലയന്റ് ഡിലേ ഇൻകോർഡ് ബൈ എ പ്രോസസ് അറ്റ് ഈച്ച് എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്പറേഷൻ. ഓക്കെ, ഓരോ എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്പറേഷനിൽ ഒരു പ്രോസസ്സിന് എത്രമാത്രം ഡിലേ ഉണ്ടാവുന്നുണ്ട്, അതും എന്താണ് ഈ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അൽഗോരിതത്തിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. മൂന്നാമത്തേത് ദി അൽഗോരിതംസ് എഫക്ട് അപ്പോൺ ദി ത്രൂപുട്ട് ഓഫ് ദി സിസ്റ്റം. എന്തായാലും മൂന്നാമത്തെ ക്രൈറ്റീരിയ ആണ് ത്രൂപുട്ട്. ത്രൂപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് അറ്റ് വിച്ച് ദി കളക്ഷൻ ഓഫ് പ്രോസസ്സസ് ആസ് എ ഹോൾ ക്യാൻ ആക്സസ് ദി ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പം എത്രമാത്രം പ്രോസസ്സുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷനിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, ആ റേറ്റിനെയാണ് ത്രൂപുട്ട് എന്ന് പറയുന്നത്. റേറ്റ് അറ്റ് വിച്ച് ദി കളക്ഷൻ ഓഫ് പ്രോസസ്സസ് ആസ് എ ഹോൾ ക്യാൻ ആക്സസ് ദി ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, അപ്പം അതാണ് ത്രൂപുട്ട് ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അൽഗോരിതത്തിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ക്രൈറ്റീരിയസ് ആണ് ബാൻഡ്വിഡ്ത്ത്, ഡിലേ ആൻഡ് ത്രൂപുട്ട്. ഓക്കെ, ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അൽഗോരിതംസ് ആണ്. ഒന്നാമത്തേത് സെൻട്രൽ സെർവർ അൽഗോരിതം, രണ്ടാമത്തെ റിംഗ് ബേസ്ഡ് അൽഗോരിതം, മൂന്നാമത്തേത് റിക്കാർഡ് ആൻഡ് അഗർവാൾ അൽഗോരിതം, ആൻഡ് നാലാമത്തേത് എന്ന് പറയുന്നത് മാർക്വാസ് വോട്ടിംഗ് അൽഗോരിതം. ഓക്കെ, ഇത് ഈ സെൻട്രൽ സെർവർ അൽഗോരിതം ഇല്ലേ, ഇത് ആക്ച്വലി ടോക്കൺ ബേസ്ഡ് അൽഗോരിതമാണ്. സെൻട്രൽ സെർവർ അൽഗോരിതം ടോക്കൺ ബേസ്ഡ് ആയിട്ടുള്ള അൽഗോരിതമാണ്. അതുപോലെ റിംഗ് ബേസ്ഡ് അൽഗോരിതവും എന്താണ് ടോക്കൺ ബേസ്ഡ് അൽഗോരിതം തന്നെയാണ്. ഓക്കെ, റിക്കാർഡ് ആൻഡ് അഗർവാൾ എന്ന് പറയുന്നത് നോൺ ടോക്കൺ ബേസ്ഡ് അൽഗോരിതമാണ്. ആക്ച്വലി ഇറ്റ് ഈസ് ടൈം സ്റ്റാമ്പ് ബേസ്ഡ് അൽഗോരിതമാണ്. എന്താണ്? ടൈം സ്റ്റാമ്പ് ബേസ്ഡ് അൽഗോരിതമാണ്. ഇനി മാർക്വാസ് വോട്ടിംഗ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ ക്വാറം ബേസ്ഡ് അൽഗോരിതമാണ്. നമ്മൾ ഇനി ഇൻ ഡെപ്തിൽ പഠിക്കും കേട്ടോ. ഇത് ഓർത്തിരിക്കുക. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അൽഗോരിതംസ് ആണ് സെൻട്രൽ സെർവർ അൽഗോരിതം, റിംഗ് ബേസ്ഡ് അൽഗോരിതം, റിക്കാർഡ് ആൻഡ് അഗർവാൾ അൽഗോരിതം ആൻഡ് മാർക്വാസ് വോട്ടിംഗ് അൽഗോരിതം. ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം തന്നെ ചോദിച്ചിട്ടുള്ളതാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാം തന്നെ പഠിച്ചു നോക്കണം. വളരെ കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ ഈ മൂല്യമുള്ള. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാമെന്ന് നോക്കാം കേട്ടോ. ഇത് മ്യൂച്വൽ എക്സ്ക്ലൂഷന്റെ 3 ഓപ്പറേഷൻ, അതുപോലെ തന്നെ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അൽഗോരിതത്തിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ഈ 3 ക്രൈറ്റീരിയ, ഈ അൽഗോരിതംസ് ഏതൊക്കെയാണ് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ.